കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് ക്രൈസ്തവ സഭയുടെ പുതിയ ലോകനായകനായി ലിയോ 14 എന്ന് വിളിക്കപ്പെടുന്ന പുതിയ പാപ്പ വന്നിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ബാക്കി വെച്ചിട്ട് പോയ നിരവധി കാര്യങ്ങളാണ് ലിയോ 14 ഷോൾഡറിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. നോക്കൂ, LGBT വിഭാഗക്കാരെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ, ഈ നാട്ടിലെ യുദ്ധക്കൊതി അവസാനിപ്പിക്കേണ്ടതിൻ്റെ, നാട്ടിൽ ലോകത്ത് സമാധാനം പുലരേണ്ടതിൻ്റെ നിരവധി സമകാലിക വിഷയങ്ങളിൽ ഒരു പോപ്പ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, കടന്നു ചെന്നിട്ടില്ലാത്ത മാനവികതയുടെ പുതിയ മൂല്യങ്ങൾ ഈ ലോകത്തേക്ക് ഓരോ ദിവസവും വിളിച്ചു പറഞ്ഞ്, എന്തിനേറെ ഈസ്റ്റർ ദിനത്തിൽ വേച്ച് വീൽ ചെയറിൽ വന്നിരുന്ന് ഈ ലോക മനസാക്ഷിയുടെ മുമ്പിൽ ഇങ്ങനെ സമാധാനം പ്രസംഗിച്ചു പോയ, അവസാന നിമിഷത്തിലും അഫ്ഗാനിലെ, പലസ്തീനിലെ അഭയാർത്ഥികളെ ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന, ഈ നാട്ടിലെ നിരാലംബരെ അവരുടെ കൂടിയാണ് ഈ ഭൂമി എന്ന് ഓർമ്മിപ്പിച്ച് കടന്നുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയ ഓർമ്മയായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പാപ്പയുടെ പല ആഗ്രഹങ്ങളും പല ആവശ്യങ്ങളും പല അഭ്യർത്ഥനകളും ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഇരുവിഭാഗത്തിലുള്ള രീതിയിൽ, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളിലേക്ക് പോലും വഴിവെക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിയോ 14 എന്ന് പറയുന്ന പുതിയ പാപ്പ ഇങ്ങനെ ചാർജ് എടുത്തു വരുന്നത്. അദ്ദേഹവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചുവട് പിടിച്ച് തന്നെ ആദ്യ അഭിസംബോധനയിൽ തന്നെ ലോകത്ത് സമാധാനം പുലരേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. അങ്ങനെയൊക്കെ ആ ഒരു പിന്തുടർച്ച ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ലിയോ 14 ഈ ക്രൈസ്തവ സഭയെ ഒരുമിച്ച് നിർത്തുകയും സമകാലിക രാഷ്ട്രീയത്തിൽ ശക്തമായി ഇടപെടുകയും ഒക്കെ ചെയ്യേണ്ടത് വലിയ ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം തൊട്ടു മുമ്പിലത്തെ പാപ്പയുമായി കമ്പയർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ആ ഒരു വിടവ് നികത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. എന്തിനേറെ ഇങ്ങനെ ഒരു പാപ്പ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഒരു പോപ്പ് ഇങ്ങനെ പറയാൻ പലരും മടിക്കുന്ന, സഭാധ്യക്ഷന്മാർ പറയാൻ മടിക്കുന്ന, സഭയിൽ തന്നെ ഇരുചേരിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് എന്ന് മുന്നേ കൂട്ടി അറിയാവുന്ന കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ, അഭിപ്രായം പറഞ്ഞതിൻ്റെ പിന്തുടർച്ചക്കാരനായി വരുമ്പോൾ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങളും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ അദ്ദേഹം നടത്തേണ്ടതുണ്ട്. കണ്ടറിയണം ലിയോ 14 എങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു പോളിസിയോട് ചേർന്ന് നിൽക്കുമെന്നും ക്രൈസ്തവ വിഭാഗത്തെ യോജിപ്പിച്ച് കൊണ്ടുപോകുമെന്നുള്ളതും. വലിയ പോപ്പുലേഷനായി ഈ ലോക ഭൂപടത്തിൽ നിൽക്കുന്ന ക്രൈസ്തവ സഭയുടെ പോപ്പിന് എല്ലാ മതസ്ഥരിലും എല്ലാ രാജ്യങ്ങളിലും കേൾക്കാൻ കാത്തിരിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ. പോപ്പിൻ്റെ ഓരോ രാജ്യത്തിലേക്കുള്ള സന്ദർശനമാകട്ടെ, പോപ്പിൻ്റെ ഇടപെടലുകളാവട്ടെ, വർത്തമാനങ്ങളാവട്ടെ, അതൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നതുമാണ്.